ഹായ് നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ കാപ്രിക്കോൺ, സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങളിതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിലെ വീഡിയോസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണൽ റീഡിങ്സ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ആൻഡ് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്കും ഡിസ്ക്രിപ്ഷനിലിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ഇപ്പോൾ എന്താണ് അവരുടെ ഫ്യൂച്ചർ ആക്ഷൻ ഉണ്ടാവുക, എന്താണ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം ഉണ്ടാവുക, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താ മെസ്സേജസ് പറയണമെന്ന് റീഡിങ്ങിൽ നമ്മൾക്ക് നോക്കാം. അപ്പോൾ കാപ്രിക്കോൺ, ഞാൻ ഓൾറെഡി ഇവിടെ കാർഡ്സ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇവിടെ നിങ്ങളുടെ ഓവറോൾ എനർജി വേൾഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി 7 ഓഫ് സോഡ്സ് ആണ്. നിങ്ങളുടെ രണ്ടാളുടെയും ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ 4 ഓഫ് കപ്സ്. പാസ്റ്റിൽ സ്ട്രെങ്ത് ആണ് വന്നിരിക്കണേ. കറണ്ട് ഫീലിങ്സ് 8 ഓഫ് പെൻറ്റിക്കിൾസ്. അവരുടെ കറണ്ട് ഫീലിങ്സ് ക്വീൻ ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ 9 ഓഫ് വാൻഡ്സ്. അവരുടെ ഇൻറ്റൻഷൻ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ ആക്ഷൻ നിങ്ങൾ എടുക്കാൻ പോണത് ഹാങ്ഡ് മാൻ ആണ്. അവരുടെ ആക്ഷൻ 10 ഓഫ് വാൻഡ്സ് ആണ്. ഓക്കെ, ആൻഡ് ഔട്ട്കം ഈ കാർഡ്. അപ്പോൾ കാപ്രിക്കോൺ, ഇവിടെ വേൾഡ് എനർജിയാണ് വന്നിരിക്കണേ. വേൾഡ് എനർജി ഒരു കംപ്ലീഷൻ്റെ എനർജിയാണ്. എന്തോ നിങ്ങളുടെ ലൈഫിൽ കംപ്ലീറ്റ് ആവണം. ഒരു റിലേഷൻഷിപ്പിൽ എന്തോ ഒരു ചാപ്റ്റർ ക്ലോസ് ഔട്ട് ആവണു. നിങ്ങൾ ഇപ്പോൾ ഒരു പുതിയ തുടക്കത്തിലേക്കാണ് പോണേ. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇവിടെ ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട് ആൻഡ് ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ കഴിഞ്ഞു. പറഞ്ഞാൽ ഇവിടെ ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ നോക്കണു. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി 7 ഓഫ് സോഡ്സ് ആയിട്ടാണ് വന്നത്. അപ്പോൾ 7 ഓഫ് സോഡ്സ് എന്തോ ഒരു ഡിസെപ്ഷൻ്റെ എനർജിയാണ്. ഇവരെന്തോ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, അതല്ല വെച്ചാൽ എന്തോ അവർ ഒളിപ്പിക്കാൻ നോക്കണു. അങ്ങനത്തെ എനർജിയാണ്. എന്തോ ഒരു ഓണസ്റ്റ് റിലേഷൻഷിപ്പ് അല്ല ഇത് ഇവരുടെ ഭാഗത്തിന്. എന്തോ ഒരു ചീറ്റിങ്ങിൻ്റെ എനർജിയും ഉണ്ട്. അപ്പോൾ ഈ വേൾഡ് എനർജി എന്താണെന്ന് നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്യാം. നിങ്ങളുടെ എനർജി വേൾഡ് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇവിടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ മാരിഡ് ആയിരുന്നു. പക്ഷേ ഞാൻ കാണുന്നത് എന്തോ ഇവിടെ ഒരു കംപ്ലീഷൻ ആയിട്ടുണ്ട്, എന്തോ ഒരു ബ്രേക്കപ്പിൻ്റെ എനർജി മാതിരി. അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണത് ഒരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ ലൈഫിൽ. അതല്ല അച്ഛാ, ഇത് ഇതുവരെ ഉണ്ടായിട്ടില്ല അച്ഛാ. നിങ്ങൾ ഈ പേഴ്സണെ ഒരു സീരിയസ് റിലേഷൻഷിപ്പിൽ ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കൂടെ മുമ്പോട്ട് പോകണം എന്നുണ്ടാവും. നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങളൊരു ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. പക്ഷേ അതാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണത്. പക്ഷേ ഈ പേഴ്സൻ്റെ എനർജിയിൽ അവരെന്തോ ഒളിപ്പിക്കുന്നുണ്ട്. ഓക്കെ, 7 ഓഫ് സോഡ്സ്. അപ്പോൾ നൈറ്റ് ഓഫ് സോഡ്സ് ഉണ്ട്. ഇവിടെ ഒരു റെസ്റ്റ്ലെസ് എനർജി ഉണ്ട്. ഇവരുടെ എനർജി കാണുമ്പോൾ കുറേ റെസ്റ്റ്ലെസ്നെസ് ഉണ്ട്. അതുമാത്രമല്ല ഇവിടെ കുറേ ഫ്ലേർട്ടിങ്ങിൻ്റെ എനർജി ഉണ്ട്. പക്ഷെ ഒരു സീരിയസ് എനർജി ഞാൻ ഇതുവരെ കാണില്ല. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ 4 ഓഫ് കപ്സ് ആണ്. 4 ഓഫ് കപ്സ് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത എനർജിയാണ്. ഓക്കെ, എവിടെയോ ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ മുമ്പത്തെ മാതിരി ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ നിങ്ങൾ രണ്ടാളുടെ ഭാഗത്തിലും ഒരു സ്ലോ ഡൗൺ ആയി മാതിരി. പറഞ്ഞാൽ റിലേഷൻഷിപ്പിലും ഒന്നും ഒരു പ്രോഗ്രസ് ഇല്ലാത്ത മാതിരി. പ്രോഗ്രസ് ഉണ്ട്, പക്ഷേ അത് നിങ്ങൾക്ക് കുറേ ഒരു സ്ലോ ആയിട്ടാണ് മുമ്പോട്ട് പോണേ. ഒന്നും എക്സൈറ്റിംഗ് ഇല്ല. അങ്ങനെ ഒരു എനർജിയാണ്. ഈ സ്റ്റാർ എനർജി ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ഹീലിംഗിൻ്റെ എനർജി കാണുന്നുണ്ട്. നിങ്ങൾ രണ്ടാളും വിഷയുണ്ട് ഈ സിറ്റുവേഷനിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവണം എന്ന്. പക്ഷെ ഒന്നും ഉണ്ടാവണില്ല. പറഞ്ഞാൽ ഒരു പ്രോഗ്രസ് ഇല്ല. ഓക്കെ, പാസ്റ്റിലും ചില ചാലഞ്ചസ് ഉണ്ടായിരുന്നു നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. പക്ഷേ പാസ്റ്റിൽ എങ്ങനെയോ നിങ്ങളതിനെ പറഞ്ഞാൽ വർക്ക് ചെയ്തു. അതിൽ എന്തോ ആ സിറ്റുവേഷനിൽ ചാലഞ്ചസ് ഉണ്ടായാലും നിങ്ങൾ രണ്ടാളും കുറേ മെച്ചോറിറ്റിയുടെ കൂടെ അതിനെ ശരിയാക്കാൻ നോക്കി. ഇവിടെ വേറെ ആൾക്കാരെ കാണാണ്ട് ഒരു ഫയർ സൈൻ ഉണ്ട്, ഏരീസ് എനർജി. ആൻഡ് ഇവിടെ ഒരു വാട്ടർ സൈൻ ഉണ്ട്, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ. അപ്പോൾ ഇവർ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആവാം, അതല്ല വെച്ചാൽ വേറെ ആൾക്കാർ, തേർഡ് പാർട്ടി ആവാം. എന്തായാലും ഇവിടെ ഒരു വലിയ മാറ്റം, ഒരു വലിയ
ചാലഞ്ച് ഞാനിവിടെ കാണുന്നുണ്ട്, പാസ്റ്റിലുണ്ടായി എന്തോ ഒരു കാര്യം പുറത്തു വന്നു. അപ്പോൾ അതുകൊണ്ടുമാണ് ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ ഒന്നും മുമ്പോട്ട് പോവാത്തത്. എന്താ വെച്ചാൽ പാസ്റ്റിൽ എന്തോ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. ഇപ്പോൾ നിങ്ങൾ ഹീൽ ചെയ്യാനാണ് നോക്കണേ. അപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങൾക്ക് ഇപ്പോഴും ഈ പേഴ്സണിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. നിങ്ങൾ രണ്ടാളും ചിലപ്പോൾ സെയിം ഓഫീസിലായിരിക്കും ജോലി ചെയ്യുന്നുണ്ടാവുക, ഒരുമിച്ചായിരിക്കും ജോലി ചെയ്യുന്നുണ്ടാവുക. പേജ് ഓഫ് വോൺസിൻ്റെ എനർജീൻ്റെ ഇവിടെ നിങ്ങൾ ഈ പേഴ്സണെ കുറേ ഒരു ഇമ്മച്യൂർ ആയിട്ടാണ് കാണുന്നത്. ഈ പേഴ്സൺ ചിലപ്പോൾ ഏജ് വൈസ് നിങ്ങളെക്കാട്ടിലും ചെറുതായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റേബിൾ എനർജി വേണം, ഒരു സ്റ്റേബിൾ ഓഫർ വേണം എന്നുണ്ട്. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെക്കുറിച്ച് കുറേ പാഷനറ്റാണ്. ക്വീൻ ഓഫ് വോൺസ്, കുറേ അട്രാക്ഷൻ ഉണ്ട് അവർക്ക് നിങ്ങളുടെ അടുത്ത്. അവർ നിങ്ങളൊരു സ്റ്റേബിൾ പേഴ്സണായിട്ടാണ് കാണുന്നത്, ഒരു ഫ്യൂച്ചർ പാർട്ട്ണറായിട്ടാണ് കാണുന്നത്. പക്ഷേ അവരുടെ ബിഹേവിയർ ഒരു കൺസിസ്റ്റൻ്റ് അല്ല. അവർക്ക് ചിലപ്പോൾ വേറെ ആൾക്കാരും ഉണ്ട് അവരുടെ ലൈഫിൽ, നിങ്ങളല്ലാണ്ട് വേറെ ഓപ്ഷൻസ് ഉണ്ടാവും. നിങ്ങളുടെ ഇൻറ്റൻഷനിൽ ഞാൻ കാണുന്നത് ഒരു പേടിയാണ്. എന്താ വെച്ചാൽ നിങ്ങളുടെ മനസ്സിലൊരു പേടിയുണ്ട്. അത് ഈ പേഴ്സണെ എങ്ങനെ ഇപ്പോൾ വിശ്വസിക്കുക, എങ്ങനെയാണ് ഈ പേഴ്സൺ എന്താണ് ഇപ്പോൾ ചെയ്യാൻ പോണത്. അപ്പോൾ നിങ്ങൾ ഒരു സിംഗിൾ എനർജിയിലാണ്. ഈ പേഴ്സൺ ഒന്നും കമ്മിറ്റ് ചെയ്യണ വേറെ നിങ്ങൾ ഇങ്ങനെ ഒരു സിംഗിൾ എനർജിയിൽ തന്നെയാണ് ഉണ്ടാവുക. അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വെച്ചിട്ടുണ്ടാവുക. അത് ഈ പേഴ്സൺ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാണ്ട് ഞാൻ മുമ്പോട്ട് പോവില്ല, എനിക്കൊരു കാഷ്വൽ റിലേഷൻഷിപ്പ് വേണ്ട, അത് നിങ്ങൾ ഷുവറാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ക്ലാരിറ്റി ഉണ്ട്, നിങ്ങൾക്ക് ഈ പേഴ്സൺ ഇഷ്ടമാണ്, പക്ഷേ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് വേണം. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷനിൽ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അവർക്ക് ഇൻറ്റൻഷൻ ഉള്ളത്, അവർക്ക് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരാനുള്ള ഇൻറ്റൻഷൻ തന്നെയാണ്. കിങ് ഓഫ് സോഡ്സ് കുറേ ഒരു പ്രാക്ടിക്കലായിട്ടാണ് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നത്. ഇവിടെ ഒരു റീകൺസിലിയേഷൻ്റെ ടോക്ക് ഉണ്ടാവും. പക്ഷേ നിങ്ങളുടെ ആക്ഷൻ നോക്കുമ്പോൾ നിങ്ങളൊന്നും ആക്ഷൻ എടുക്കാൻ പോകില്ല. ഹാങ്ഡ് മാൻ, അപ്പോൾ നിങ്ങൾ വെയിറ്റാണ് ചെയ്യണത്. ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഓഫർ വന്നാൽ ഓക്കേന്ന് അങ്ങനെ വെയിറ്റ് ചെയ്യണോ. പക്ഷേ ചില ബ്ലോക്സ് ഉണ്ട് ഇവിടെ. നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യണില്ല, പക്ഷേ ഈ പേഴ്സൻ്റെ ആൻഡ് നിങ്ങളുടെ ഇടയ്ക്ക് എന്തോ ബ്ലോക്സ് ഉണ്ട്. അത്ര ഈസി അല്ല ഈ റിലേഷൻഷിപ്പ്. ചില വേറെ ആൾക്കാർ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് വേറെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ഈ പേഴ്സൻ്റെ ലൈഫിൽ വേറെ ആൾക്കാരുണ്ടാവാം, അതല്ല വെച്ചാൽ ഫാമിലി മെമ്പേഴ്സ് ആവാം. ഈ പേഴ്സൺ അവരുടെ പ്രോബ്ലംസും അവരുടെ ഈ ബ്ലോക്സൊക്കെ മാറിയിട്ട് അവർ നിങ്ങളുടെ അടുത്ത് വരാനുള്ള പ്ലാനാണ്. 10 ഓഫ് വോൺസ്, അവർക്ക് ഇതിൽ വേഗം ഒരു സൊല്യൂഷൻ വേണം എന്നുണ്ട്. അവർ വെയിറ്റ് ചെയ്യണു പേഷ്യൻ്റ്ലി. എന്തെങ്കിലും ഒരു മാറ്റം വരും എന്ന് അവർ ഹോപ്പ് ചെയ്യണു. പക്ഷേ കുറേ ഒരു ഒബ്സെഷൻ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഈ പേഴ്സൺ ചെയ്യണത് ശരിയല്ല, എന്തോ അവർ പറയണത് ശരിയല്ല. മേ ബി അവർ നിങ്ങളോട് എല്ലാം കാര്യങ്ങൾ തുറന്ന് പറയുന്നുണ്ടാവില്ല, ചില കാര്യങ്ങൾ ഒളിപ്പിച്ചിട്ടാണ് ചെയ്യണത്. വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട് ഇവിടെ. അപ്പോൾ യൂണിവേഴ്സ് ഇവിടെ ഒരു സെപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു റീകൺസിലിയേഷനാണ് ഇവിടെ കൊണ്ടുവരണേ. ലവേഴ്സ്, ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷൻ ഞാൻ കാണുന്നുണ്ട്. കുറേ സ്ട്രോങ് സോൾമേറ്റ് കണക്ഷനാണ് ഇവിടെ. എന്തോ ഒരു ലോസിൻ്റെ എനർജി ഉണ്ട്, പക്ഷേ ആ ലോസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ റിക്കവർ ചെയ്യാൻ പോകുന്നുണ്ട്. ആൻഡ് ഒരു സ്ട്രോങ് റീകൺസിലിയേഷൻ കാണാണ്ട് ഇവിടെ. അപ്പോൾ ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി നിങ്ങളുടെ അടുത്തേക്ക് വരണോ, ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അവരെന്തോ ഒളിപ്പിക്കേണ്ട, അത് സൂക്ഷിക്കണം. എന്താണ് അവർ ആക്ച്വലി നിങ്ങളോട് പറയാത്തത്, അത് നോക്കണം നിങ്ങൾക്ക് എന്താണെന്ന്. അത് ഓക്കെ, എന്താണ് ഇവിടെ ഒറക്കിൾ മെസ്സേജ് ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻ. അപ്പോൾ യൂണിവേഴ്സും പറയണത് എന്താ വെച്ചാൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോൾ ഒരു ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻ ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ആൻഡ് ഇവിടെ ഞാൻ സൈൻസ് കാണുന്നത് വെർഗോ ഉണ്ട്, സ്കോർപ്പിയോ ഉണ്ട്, ജെമിനായി ഉണ്ട്, അക്വേറിയസ് ഉണ്ട്, ലിയോ ഉണ്ട്, കാപ്രിക്കോൺ ഉണ്ട്. കാപ്രിക്കോൺ നിങ്ങളുടെ തന്നെ എനർജിയാണ്. ഏരീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സൈൻസ് ഇവിടെ കാണുന്നത്. പൈസീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.